എന്താ? പാല്. പാലോ? കുടിക്കാനാ? ആ, കൊള്ളാലോ. ആരോഗ്യം നല്ലപോലെ നോക്കണമെന്ന് ശിവചേച്ചി പറഞ്ഞയച്ചു. ഓ, എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. ആന്ന് എന്നോട് പറയണ്ട. പാല് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നു. കുടിച്ചിട്ട് മൊന്തങ്ങ് തന്നാൽ ഞാനങ്ങ് പോയേക്കാം. താങ്ക്സ്. അതെ, കുളിച്ച് റെഡിയായി നിക്ക്. അടുത്ത ഐറ്റം റെഡി ആയിട്ടുണ്ട്. അതുമായി ഞാൻ ഉടനെ വരും. സെറ്റപ്പ് കൊള്ളാം. ഇങ്ങനെ ഉണ്ടാക്കുകയല്ല. നിങ്ങൾ എന്നെ കഴിച്ചു തീർത്താൽ എങ്ങനെയാ? എനിക്ക് ആ പാണിച്ചേന് കാപ്പി കൊണ്ട് കൊടുക്കണ്ടേ? അതെ, ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് നിന്റെ ഭാനച്ചേട്ടനെ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടാ. ഇതെന്താ ഇത്? മുട്ടയോ? ഇതാർക്കാ? പാണിച്ചേട്ടന്. ദേ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി തിന്നോ. ശിവചേച്ചിയുടെ പ്രത്യേക ഓർഡറാ. പാണിച്ചേന്റെ ആഹാരക്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നോ. ആ ശിവയ്ക്ക് അവനെ പിടിച്ച മട്ടാന്നാ തോന്നുന്നു. ഏതുവരെ പോകുന്നു? നമുക്ക് നിങ്ങൾ കളിച്ച് കളിച്ച് കുഴപ്പത്തിലാവുന്ന എന്റെ പേടി. അമ്മ സമാധാനമായിട്ടിരിക്കും, ഒരു കുഴപ്പം വരില്ല. അഥവാ വന്നാൽ തന്നെ അത് പുഷ്പം പോലെ നേരിടാനുള്ള വഴി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും ഇതൊരു കടന്ന കൈയായി പോയി മക്കളെ. എന്ത് വന്നാലും ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞങ്ങൾ പുറകോട്ട് അത്രേ ഉള്ളൂ. കാര്യം എന്തൊക്കെ ആയാലും അവള് നമ്മുടെ കൊച്ച. അതിന് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം. ഇതുവരെ നടന്നതെല്ലാം അമ്മ അവനോട് തുറന്നു പറയാം. അയ്യോ, എന്നിട്ട് കെട്ടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം. അതാ പറഞ്ഞത്. ഗുണം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് കരുതിയാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സഹകരിച്ച് നിന്നാ പരിഹരിച്ചു പോവാം. ഇതങ്ങട് കഴിക്ക. വാങ്ങി കഴിച്ചോളൂ. ഈ കഴിച്ചത് എന്താണെന്നറിയോ നിനക്ക്? ഇല്ല. ഈ കഴിച്ചത് ഉഗ്രവിഷമാണ്. ഇത് കഴിച്ചാൽ മരണമുറപ്പ്. പേടിക്കണ്ട. ഈ 2 പച്ചിലുകളിലൊന്ന് ഇതിനുള്ള മറുമരുന്നാ. അത് കഴിച്ചാൽ വിഷം മാറിക്കൊള്ളും. മറ്റത് കഴിച്ചാ മരണം എളുപ്പാവും. വൈദ്യര് മരുന്ന് കണ്ടുപിടിച്ച് കഴിച്ചോളൂ. നീ വിജയിച്ചു. ഒറ്റമൂലികളുടെ വിഷയത്തിൽ ആരാ ഗുരു? അച്ഛനാ. അതാ കാര്യം. ഞാൻ വിചാരിച്ചു നിന്റെ കാറ്റ് പോയത് തന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനുഷ്യന്റെ ജീവൻ പണയം വെച്ചുള്ള ഒരു പരീക്ഷണത്തിന് ഇനി എന്നെ കിട്ടില്ല. പോട്ടടാ മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. എന്താ എന്റെ ജീവൻ പോകുന്നതാ? നീ എങ്ങനെ കണ്ടുപിടിച്ചു യഥാർത്ഥ മരുന്ന്? ബഹു കേമം തന്നെ. നിങ്ങളുടെ കിടയിൽ കിടന്ന് ജീവിക്കുന്നതിലും ഭേദം മരിച്ചാ മതി എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കഴിച്ചതാ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഉണ്ടല്ല. അവൻ ചത്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നീ സമാധാനം പറയും. ഞാനാ? പിന്നല്ല ഞാനാ. ഞാൻ പേടിച്ചുപോയി. എന്തിന്? അല്ല, അയാൾക്ക് വേറെ ഒരു പരീക്ഷണവും കിട്ടിയില്ലേ പരീക്ഷിക്കാൻ? മനുഷ്യനെ കൊല്ലുന്ന പണിയൊക്കെ അറിയൂ. എന്റെ സമയം എന്തായാലും വിജയിച്ചല്ലോ. എനിക്കിഷ്ടായി. കുഴപ്പമായോ?
തിരുമുഖം. ഓ, ലേഖ്യം തയ്യാറായി. അതവിടെ വെക്ക. പരീക്ഷണങ്ങളിൽ ഭാനുവിക്രമൻ വിജയിയായ സ്ഥിതിക്ക് ഇനി അടുത്ത കാര്യങ്ങൾ ആലോചിക്കാം. ഭാനുവിക്രമന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ തിരക്കണം. അവരുടെ ആൾക്കാർ വരട്ടെ. നല്ല മുഹൂർത്തം നോക്കി കല്യാണം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ ചെയ്യാം. 2 ഇഡലിയുടെ കഴിക്കുമോനെ. ഇഡ്ഡലി കഴിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. പുട്ട് വേണോ? പുട്ട് വാങ്ങിക്കപ്പം വേണ്ടേ? ഉണ്ടോ? ഉണ്ടോ? വാങ്ങിക്കാം. തിരുവമ്പിള്ള ഇരിക്ക. കാര്യങ്ങളൊക്കെ സന്തോഷകരമായി പരിസമാപിച്ച സ്ഥിതിക്ക് വീട്ടിൽ പോയി അച്ഛനും അമ്മയും കൂട്ടി പെണ്ണ് ചോദിക്കാൻ വരാൻ വൈദ്യര് പറഞ്ഞു. അല്ല, അപ്പൊ നമ്മൾ എന്നാ അങ്ങോട്ട് പോകേണ്ടത്? അത് പിന്നെ എനിക്ക് അമ്മയില്ല, മരിച്ചുപോയി. അല്ല, കുടുംബത്തിൽ ആരാണോ ഉള്ളത് അവരോട് വരാൻ പറഞ്ഞാ മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ആരുമില്ല. ഉള്ള ഒരേ ഒരു അച്ഛൻ അർബുദവും പനിയും ചുമയും ബാധിച്ച് കിടപ്പില്ല. അല്ലേ വിക്രമ? എന്താ ഒരു സ്വകാര്യം പറച്ചില്? ഒന്നുമില്ല, സന്തോഷം കൊണ്ട് പുള്ളിമാനെ പോലെ തുള്ളിച്ചാടുകയാണ്. അവിടെ ഒരാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ആര്? ആരാന്നോ? ശിവപ്രിയ കുഞ്ഞല്ല. ആരാ? അപ്പോ നാളെ തന്നെ അങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. എന്തൊരു ബംഗ്ലാവ്, എന്തൊരു ആർക്കിടെക്ചർ. വാങ്ങ വാങ്ങ വാങ്ങ. നമസ്കാരം വൈദ്യരെ. നമസ്കാരം വൈദ്യരെ. ഒരു വാട്ടി കൂടി സാപ്പിടலாம். நாளாச்சு மகனே, உன்னை பார்த்துட்டு ஒரு போனாவது நமக்கு செய்யக்கூடாதா? தலையை போன் பண்ணியாச்சு, உன்னை அடியந்திரமா பாக்கணுமா? வாங்க வாங்க வாங்க. என்ன இது? உட்காருங்க. இங்க உட்காருங்க. நானும் உட்காரா. കാര്യങ്ങളൊക്കെ തിരുമുഖം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ നമുക്ക് നല്ലൊരു ദിവസം നോക്കി അതങ്ങ് നടത്താം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്റെ മകനായത് കൊണ്ട് പറയുകയല്ല, ഇക്കാലത്ത് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയതിൽ അങ്ങ് ദൈവത്തിനോട് നന്ദി പറയണം. സ്ത്രീധനമായിട്ട് അല്ല, അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും. എന്നാ സ്ത്രീധനമാ? അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ കഴിയാൻ? അല്ല, അവിടെ ഉള്ളത് മുഴുവൻ ശിവപ്രിയ കുഞ്ഞിനുള്ളതാണല്ലോ. അല്ല, ഈ മുറികളൊക്കെ എന്താണാവോ അടച്ചിട്ടിരിക്കുന്നത്? അവൾ സുബ്ബലക്ഷ്മി, എന്റെ കുടുംബത്തിക്ക് വിളക്ക്. അവൾ പോയ ശേഷം നാം ഒരു മുറിയും തുറക്കാറില്ല. ഓരോ മുറി തുറക്കുമ്പോഴും എൻ സുപ്പുവിന്റെ ഓർമ്മ എനിക്ക് താങ്ങ മുടിയാതെ. ഇവനാണെങ്കിൽ എപ്പോഴും തൂറും. അയ്യേ, ടൂർ ടൂർ സഞ്ചാരം. ഓ അങ്ങനെ. ഇനി വീട്ടിലേക്ക് അവൾ ഒരു ലക്ഷ്മി വന്നല്ലാതെ നാ ഒരു മുറിയും തുറക്ക മാട്ടെ. യാരും അതുക്കെന്നെ നിർബന്ധിക്കവും കൂടാതെ തുറക്ക മാട്ടെ. വേണ്ട വേണ്ട, സങ്കടപ്പെടണ്ട. എല്ലാത്തിനും ഇനി സമയമുണ്ടല്ലോ. എന്നാ നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാം. അല്ല സ്വാമി, ഈ വീടിന്റെ കൂടെ എന്തുമാത്രം സ്ഥലമുണ്ട്? മെയിൻ റോഡ് ചേർത്ത് 10 ഏക്കർ. 10 ഏക്കറോ? എന്നാ ഞങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. പോയിട്ട് വാ. കാലയിലെ ഇഡ്ലി സാമ്പാറിലെ പല്ലി വിളുന്നു പോച്ച്. വളരെ ഉപകാരം ചേട്ടാ. 100 രൂപയെ? പിന്നെ എത്ര രൂപ വേണം? എന്ത് റിസ്ക് എടുത്താണ് ഞാൻ തുറന്നു തന്നത്? എന്റെ പണിയോന്ന് പ്രശ്ന. അതെ, കത്തി കുറച്ച് താഴ്ന്നു കരുതി കൂടുതൽ താഴ്ത്തി കയറ്റിക്കളരുത്. 500 രൂപ തരാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഇതൊക്കെ ഇപ്പൊ കലക്കും. നെല്ല് നീ 100 രൂപ ഇങ്ങോട്ട്. 120 രൂപ ഉണ്ട്. പിടി. ബാക്കി അവര് പോയി കഴിഞ്ഞാൽ ഉടൻ തരാം. ഞങ്ങളെ കൊട്ടാരമല്ലേ കൊട്ടാരം. നല്ല തങ്കം പോലത്തെ ഒരു അമ്മാവൻ. എനിക്കങ്ങ് തൃപ്തിയായി. ഒടുവിൽ മോള് വിചാരിച്ചതുപോലെ മോളുടെ സ്വപ്നത്തിലെ രാജകുമാരനെ തന്നെ കിട്ടിയില്ലേ? ഇതാ ചെല്ലു മോളെ. പതുക്കെ. ചെല്ലു മോളെ.
അവളിപ്പോ കുപ്പി ഗ്ലാസ്സില് പാലും പിടിച്ചോണ്ട് മുറിയിലേക്ക് മന്ദം മന്ദം പോവായിരിക്കും. മുറിയിലേക്ക് കയറാൻ അവളെന്താ റൂം പോയാ? അവൾ അകത്തേക്ക് കയറുന്നു, അവൻ വേഷം അഴിക്കുന്നു. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. മറ്റേ വേഷം അഴിക്കലല്ല, ഭാനുവിക്രമന്റെ വേഷം അഴിക്കുന്നു, ലാടന്റെ വേഷം കെട്ടുന്നു. കോപിഷ്ടായ മണവാട്ടി ലാടന്റെ ലലാലടം മർമ്മ ചവിട്ടി. അയ്യോ, സമയം ഉറങ്ങിപ്പോയി. സോറി, എന്താ ഇത്ര താമസിച്ചത്? കാര്യം കഴിഞ്ഞ് പോവാനും സമ്മതിക്കില്ലേ? സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ കാശ് കുട്ടി തരുമോ അതോ അവര് തരുമോ? എന്താ നല്ല സ്വപ്നവും കണ്ടോ? എല്ലാവരും സ്വപ്നം പോലാണല്ലോ. സ്വപ്നമൊക്കെ പിന്നെ കാണാം. പാലൊക്കെ കുടിക്കാം. കാശെടുക്ക്, പെട്ടെന്ന് പോണം, സമയമായി. എന്തിനാ കാശ്? ജാതകദോഷം മാറ്റിയതിന്. പാല് കുടിച്ച ഒരു പഴം കഴിക്കണം. പിന്നെ എന്റെ ബാഗ് അപ്പുറത്തെ മുറിയില്ല, അതെടുക്കണം. വൈദ്യുതി ഉറങ്ങിയ എന്തൊക്കെയായി പറയുന്നത്? അതെ, ഞാൻ ഇറങ്ങുകയാണ്. ഇനിയൊരു കല്യാണമൊക്കെ കഴിച്ച് ദീർഘസുമംഗലിയായി 1000 വർഷം ജീവിക്കാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സഹായം ഞാൻ ചെയ്തു. എനിക്ക് കാശിട്ടില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പനക്ക് കാശിട്ടില്ല, അയാൾ കഴിക്കും. എന്താ ഇങ്ങനെ? കുട്ടി സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടിരിക്കണേ? കൊള്ളാം, കുട്ടിക്ക് കാര്യമൊന്നും അറിയില്ല അല്ലേ? ഇയാൾക്കെന്തോ ജാതകദോഷം ഉണ്ടെന്നും അതുകൊണ്ട് ഒരു താലികെട്ടി അയക്കണമെന്നും പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാനൊരു പാവന്റെ ആള്, അല്ലാതെ വൈദ്യ ശിരോമണിയൊന്നും അല്ല.